ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൗണ്ട് ബാർ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള കേട്ടോ. ഒരു അറൗണ്ട് ഒരു 3000 താഴേക്ക് ഒരു സൗണ്ട് ബാർ വേണം, നല്ല കിടക്കാച്ചി സൗണ്ട് വേണം, നല്ല ബാസ് വേണം, അങ്ങനത്തെ ഉള്ള ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 3000 താഴേക്ക് ഒരു 2699 ആ റേഞ്ചിൽ വരുന്ന ഒരു സൗണ്ട് ബാറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സൗണ്ട് ബാർ മിവിയുടെ സൗണ്ട് ബാറാണ്. എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ പാക്ക് പൊട്ടിച്ചിട്ടില്ല, നമുക്ക് പാക്ക് പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ സൗണ്ട് ബാറിൻ്റെ പാക്ക് വരുന്നത്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ചെറിയ അപാധകളൊക്കെ ഉണ്ട്. പാക്ക് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത്. ഇതാട്ടോ ബാർ വരുന്നത്. കണ്ടോ, ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു കുഞ്ഞ് സൗണ്ട് ബാറാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറൗണ്ട് ഒരു 2699 ഞാനിതിന് കൊടുത്ത റേറ്റ്. അതിന് പറ്റിയൊരു സൗണ്ട് ബാറാണ്. ഇതിന് മുകളിൽ ഒരു 2-3-4 സ്വിച്ചുകളുണ്ട്. ഒന്ന് പവർ ബട്ടണാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഒന്ന് പവർ ബട്ടണാണ്, പിന്നെ ഒന്ന് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ അതുപോലെ പ്ലേ ആൻഡ് പുഷ്. ഇത്രയും സ്വിച്ചുകളാണ് മുകളിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമ്മളെ സബ് വൂഫറിലേക്കുള്ള ഔട്ട്പുട്ടിൻ്റെ ഒരു കണക്ടർ വരുന്നുണ്ട്, പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ഓക്സിജൻ കേബിളിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ യു എസ് ബിയോ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു DC 16 വോൾട്ടിൻ്റെ പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇത് അതിൻ്റെ സബ് വൂഫറിൻ്റെ ബോക്സാണ്. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഇതുപോലത്തെ ഒരു സബ് വൂഫറാണ് വരുന്നത്. ആണോ, അതിൽ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കണക്ടറുണ്ട് സൈഡിൽ. ഇവിടെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ അതിൽ വരുന്ന ഒരു DC 16 വോൾട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓക്സിലറി കേബിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ TVയിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റിയൊരു ഓക്സിലറി കേബിളും കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു സൗണ്ട് ബാർ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓക്സിലറി കേബിൾ വെച്ച് കണക്ട് ചെയ്യാം, ഒന്ന് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം. ഈ 2 ഓപ്ഷൻസിലാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് PC-യിലേക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്കോ ഹോം തിയേറ്ററൊക്കെ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു സാധനമാണ്. ഹോം തിയേറ്റർ അല്ല, ഇത് സൗണ്ട് ബാറാണ് ആക്ച്വലി. അപ്പോൾ ഹോം തിയേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇതന്നെ അത്യാവശ്യം നല്ല ബാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്യാം ഗൈസ്. കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനിതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കണക്ട് ചെയ്തൊക്കെ സെറ്റാക്കിയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ മാരകം എന്ന് പറഞ്ഞാൽ മാരകം, കിടിലം, അടിപൊളി ബാസുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നിങ്ങൾ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 താഴേക്ക് തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഒന്നുകൂടി കേൾപ്പിച്ചാൽ ചെറിയൊരു കുഞ്ഞ സ്പീക്കറാണെങ്കിലും അതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ അടിപൊളി സാധനം. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വാങ്ങിച്ചോളൂ. ഞാനിത് വാങ്ങിയത് ജസ്റ്റ് ആമസോണിൽ നിന്നാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ഗുഡ് ബൈ.